കെ.എം. മാണിക്കെതിരെ സീറോ മലബാർ സഭ ശക്തമായ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ മാണി നേരത്തെ രാജിവെക്കണമായിരുന്നുവെന്ന് സീറോ മലബാർ സഭ മുഖപത്രം വിമർശിച്ചു. അതേസമയം മാണിക്ക് പകരം പുതിയ മന്ത്രിയെ കണ്ടെത്തുന്നതിൽ കേരള കോൺഗ്രസിൽ അനിശ്ചിതത്വം തുടരുകയാണ്. കെ.എം. മാണി രാജിവെച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയാണ് ധനവകുപ്പ് നിലവിൽ കൈകാര്യം ചെയ്യുന്നത്. ഈ മാസം 30-ന് നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ ധനവകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ഓർഡിനൻസുകളാണ് പാസാക്കാനുള്ളത്. കേരള റിയൽ എസ്റ്റേറ്റ് ഓർഡിനൻസ്, കേരള സ്റ്റാമ്പ് ഓർഡിനൻസ് തുടങ്ങിയവ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. ഇവയെല്ലാം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ധനമന്ത്രിയെ എത്രയും പെട്ടെന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. കെ.എം. മാണിയും പി.ജെ. ജോസഫും തമ്മിലുള്ള ശീതയുദ്ധമാണ് തീരുമാനം വൈകുന്നതിൻ്റെ കാരണമെന്നാണ് സൂചന. പാർട്ടിയിൽ രണ്ടാമനായ പി.ജെ. ജോസഫിന് വകുപ്പ് കൈമാറാൻ മാണിക്ക് താൽപ്പര്യമില്ല. ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് പുതിയ ധനമന്ത്രി ആരെന്ന തീരുമാനം അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ സഭാ നേതൃത്വത്തിൻ്റെ പിന്തുണ ലഭിക്കാത്തത് മാണിക്ക് തിരിച്ചടിയായി. സീറോ മലബാർ സഭ മുഖപത്രത്തിൽ കഴിഞ്ഞ ദിവസം വന്ന ലേഖനം ഇതിന് തെളിവാണ്. ആരോപണങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ കെ.എം. മാണി രാജിവെക്കാൻ വൈകിയെന്ന് സത്യദീപം വിമർശിച്ചിരുന്നു. ആരോപണങ്ങൾ ഉയരുമ്പോൾ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ രാജിവെച്ച മന്ത്രിമാർ ഇന്ത്യയിലുണ്ട്. ഇത് മാതൃകയാക്കേണ്ടതായിരുന്നുവെന്നും സത്യദീപത്തിലെ ലേഖനത്തിൽ വിമർശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.